സ്ഥലം ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞൊരു ലോൺ എടുത്ത് ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കാല്ലേ? ഒന്നുമില്ല. ശരി എന്നാ. ശരി. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ് എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു 3-4 കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു. പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4-5 ലക്ഷം രൂപ വേണം ചേട്ടനെ ഇപ്പം ഇറക്കാൻ. വ്യക്തമായിട്ട് പറ, 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ അതിൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പിളും എല്ലാം കൂടെ ഒരു രൂപ വരുമായിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. ഇപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയില്ലേ? പക്ഷേ ഈ പൈസ ഞാൻ സാലറി അഡ്വാൻസ് ആയിട്ട് കൂട്ടിക്കോ. ബാക്കി പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. സലണ എന്തേ കാണിക്കുന്നത്? സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. ഈ കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നില്ല. അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. എങ്ങനെ എന്തോ വിൽപ്പത്രമൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ. അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയില്ലേ? അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. സോറി. നീ എന്തിനാ അയാളെ കെട്ടാൻ പോയത്? ആ കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, അയാൾ പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ച് പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്.
ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഞാനില്ലേ ഇപ്പൊ കൂടെ. എൻ്റെ പിമ്പായിട്ടായിരിക്കും. അതെന്നെ വർത്താനോ അതല്ലേ പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? ഞാൻ നിന്നെയും കെട്ടിയാലോ? ബെല്ലിന് ഇപ്പോഴും പിള്ളേർ കളി മാറിയിട്ടില്ല. നേരത്തെ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, വെറുതെ പറഞ്ഞല്ല. ചേച്ചി മോളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ നിന്നേ പോയി. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, സുഖമായിട്ട്. ഇതുപോലെ കൊതിച്ച് ഞാൻ അച്ഛനോട് ഇറങ്ങിപ്പോന്നു. പക്ഷെ വീട്ടിൽ വളർത്തുന്നൊരു പട്ടിയുടെ വില പോലും. പിന്നെയും പറയുന്നേ, അത് വിട്. നമുക്കിങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഹാപ്പി ആയിട്ട് പോവാം. ബെല്ലനൊരു കാര്യം അറിയോ? ഞാൻ എത്ര പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എന്നാ മണ്ടത്തരോ അതൊക്കെ? ഈ എല്ലോ സച്ചായനായാലും വേറെ എന്നാ വന്നാലും നമ്മൾ പിടിച്ചു വെക്കുമല്ലേ വേണ്ടേ? അയാളുടെ അടുത്ത് അങ്ങനെ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. എന്നിട്ടോ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞാൽ ചെയ്തിട്ട് എന്നാ കാര്യം? എന്നാ നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? അതിൽ കാര്യമില്ലേ? നീ എന്നെ പറയുന്നേ? മേഴ്സി കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. ഒരുമിച്ച് ജീവിക്കാന്ന് വല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിൽ അതിനല്ലാതെ വേറെ വഴിയില്ല. എന്നാ പറ്റിയച്ചാ? ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്.
അച്ഛേ 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 എണീക്ക്. ഗുഡ് മോർണിംഗ്. ഒന്നുമില്ല ഒന്നുമില്ല അച്ഛേ. ഹലോ ചേ, നോക്കി ചേ, നമുക്ക് റെഡി ആയാലോ? ഞാൻ പോയി ബ്രഷ് എടുത്തോണ്ട് വരട്ടെ? പൊക്കാണ് ചേ. എന്നാ പറ്റിയേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ചേ. ചേ ചേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, സത്യം. ചേ പോട്ടെ ചേ, വിട്ടേക്ക് ചേ. ചേ ഇനിയും ഉണ്ടാവില്ല, സത്യം. ഇതല്ലല്ലേ പറയുന്നത്, ഇനിയും ഉണ്ടാവില്ല. പോട്ടെ ചേ, വിട്ടേക്ക്, നീ വിട്ടേക്ക്. ഓക്കെ അല്ലേ ചേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചാലോ? കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. എന്താ വരുന്നേ?